ഇനിയിപ്പം നീറ്റിന്റെ എക്സാം കഴിഞ്ഞ് റാങ്ക് വന്ന സ്ഥിതിക്ക് നിങ്ങൾക്ക് ഒരുപാട് പേര് ചോദിച്ചിരുന്നു കേരളത്തിൽ അഡ്മിഷൻ കിട്ടണമെങ്കിൽ എന്ത് ചെയ്യണം എന്നുള്ളത്. നിങ്ങൾക്ക് രണ്ട് രീതിയിൽ കേരളത്തിൽ അഡ്മിഷൻ എടുക്കാം. ഒന്നെങ്കിൽ ഓൾ ഇന്ത്യ കോട്ട 15% വഴി നിങ്ങൾക്ക് അഡ്മിഷൻ എടുക്കാം. ഇത്ര ഓരോ മെഡിക്കൽ കോളേജിൽ ഇത്ര സീറ്റ്സ് അവർ റിസർവ് ചെയ്ത് വെക്കും, 15%. ബാക്കി 85% നിങ്ങൾക്ക് സ്റ്റേറ്റ് കോട്ടയിലേക്കാണ് വരിക. അപ്പോൾ ഏറ്റവും കൂടുതൽ സീറ്റ്സ് അവൈലബിൾ ആവുക ഈ സ്റ്റേറ്റ് കോട്ടയിലാണ്. അത് MBBS, BDS, വെറ്ററിനറി സയൻസ്, ഓപ്പറേഷൻ മാനേജ്മെന്റ്, എൻവയോൺമെന്റ് ആൻഡ് ക്ലൈമറ്റ് ചേഞ്ച്, ഫോറസ്ട്രി, ഫിഷറീസ്, BSMS, BMS, BAMS, BHMS ഇങ്ങനെയുള്ള കോഴ്സുകളിലേക്കാണ് നിങ്ങൾക്ക് അഡ്മിഷൻ കിട്ടുക. അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് അഡ്മിഷൻ കിട്ടണമെങ്കിൽ നിങ്ങൾ കീമിന്റെ വെബ്സൈറ്റിൽ ce.kerala.gov.in എന്ന വെബ്സൈറ്റിൽ കയറുക. കാൻഡിഡേറ്റ് പോർട്ടലിൽ കീമിന്റെ ആപ്ലിക്കേഷൻ നമ്പറും പാസ്വേഡ് കൊടുക്കുക. അവിടെ നിങ്ങൾക്ക് നീറ്റ് സ്കോർ സബ്മിഷൻ എന്ന് പറഞ്ഞൊരു വിൻഡോ വരും. അവിടെ നിങ്ങൾ നീറ്റിന്റെ സ്കോർ, നിങ്ങളുടെ ആപ്ലിക്കേഷൻ നമ്പർ, പാസ്വേഡ്, അതേപോലെ തന്നെ ഡേറ്റ് ഓഫ് ബർത്ത് കൊടുക്കുക. അപ്പോൾ നിങ്ങളുടെ നീറ്റിന്റെ സ്കോർ കാർഡ് നിങ്ങൾക്ക് അവിടെ കാണാൻ സാധിക്കും. അത് നിങ്ങൾ തന്നെയാണ് നിങ്ങൾ വെരിഫൈ ചെയ്യണം. അതിനുശേഷം വേണം നിങ്ങൾ നീറ്റ് സ്കോർ വെരിഫിക്കേഷൻ എന്ന ഐക്കൺ ക്ലിക്ക് ചെയ്യാൻ. അത് ക്ലിക്ക് ചെയ്താൽ മാത്രമേ നിങ്ങളെ കൺസിഡർ ചെയ്യത്തുള്ളൂ ഉറപ്പായിട്ടും കീമിന്റെ അലോട്ട്മെന്റിലേക്ക്. ഇതൊന്നും ആയിട്ടില്ല കേട്ടോ, ഇതിന്റെയൊക്കെ സമയമാവുന്നതേ ഉള്ളൂ. എന്നാലും ഇത് എങ്ങനെയാണ് ഈ പ്രോസസ്സ് എന്ന് നിങ്ങൾ അറിഞ്ഞിരിക്കണം. അത് നിങ്ങൾ ഫോളോ അപ്പ് എടുത്തില്ലെങ്കിൽ നിങ്ങൾക്ക് ഈ പറഞ്ഞ കോഴ്സിലേക്ക് ഒന്നും അപ്ലൈ ചെയ്യാൻ പറ്റത്തില്ല. അതുകൊണ്ടാണ് അറിഞ്ഞിരിക്കണം എന്ന് പറയുന്നത്. പിന്നെ ചെയ്യേണ്ട ഒരു കാര്യം, അതിന്റെ റിപ്പോർട്ട് പ്രിന്റ് എടുത്ത് വയ്ക്കുക. പിന്നെ കേരളയുടെ മെഡിക്കൽ റാങ്ക് ലിസ്റ്റ് വരും. അതിനുശേഷമായിരിക്കും അലോട്ട്മെന്റ് സ്റ്റാർട്ട് ചെയ്യുക. അപ്പോൾ നമുക്ക് ഈ ഒരു അടുത്ത റീക്രൂട്ട് കാര്യങ്ങളൊക്കെ നമുക്ക് എക്സ്പെക്ട് ചെയ്യാം. എന്തായാലും നമുക്ക് ഒരുമിച്ച് കോഴ്സസ് കണ്ടുപിടിക്കാം. ഓൾ ദി ബെസ്റ്റ്.